പണ്ട് ഒരു രാജാവുണ്ടായിരുന്നു. രാജാവിന് ബുദ്ധിശാലിയായൊരു മന്ത്രിയുണ്ട്. രാജാവിന് നായാട്ട് വളരെ ഇഷ്ടമായിരുന്നു. സമയം കിട്ടുമ്പോഴൊക്കെ രാജാവും രാജാവിന്റെ മന്ത്രിയും ബാക്കിയുള്ള ഭടന്മാരും കൂടെ ചേർന്ന് നായാട്ടിന് പോകുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം നായാട്ടിന് പോകുന്നവരിൽ ഒരു അപകടം പറ്റി രാജാവിന്റെ കൈ മുറിഞ്ഞ് ചോര വരാൻ തുടങ്ങി. അപ്പോൾ മന്ത്രി പറഞ്ഞു, അത് നല്ലത് തന്നെ. അത് കേട്ട് രാജാവിന് ദേഷ്യം വന്നു. രാജാവ് മന്ത്രിയെടുത്ത് പറഞ്ഞു, എന്റെ കൈ മുറിഞ്ഞ് ചോര വരുമ്പോഴാണോ അത് നല്ലത് തന്നെ എന്ന് പറയുന്നത്? ഈ മന്ത്രിയെ കൊണ്ട് ജയിലിൽ അടയ്ക്കൂ. രാജാവ് കൽപ്പിച്ചു ഭടന്മാരെടുത്ത്. അത് കേട്ടപ്പോൾ മന്ത്രി പറഞ്ഞു, അതും നല്ലത് തന്നെ. അതനുസരിച്ച് ഭടന്മാർ മന്ത്രിയെ ജയിലിൽ അടച്ചു. രാജാവ് നായാട്ട് തുടർന്നു. അതാ പെട്ടെന്നതൊരു സിംഹം. ബാക്കിയുള്ള രാജാവിന്റെ ഭടന്മാർ ഓടി മരത്തിന്റെ മുകളിൽ കയറി. രാജാവ് പേടിച്ച് വിറച്ച് ബോധം കെട്ട് വീണു. സിംഹം രാജാവിന്റെ അടുത്തേക്ക് വന്നു. മണത്തു നോക്കി. ചോരമണമുള്ള ഇറച്ചി സിംഹത്തിന് ഇഷ്ടമില്ലായിരുന്നു. സിംഹം രാജാവിനെ വിട്ടിട്ട് നടന്നുപോയി. അപ്പോഴാണ് രാജാവിന് കാര്യം മനസ്സിലായത്. എന്റെ കൈ മുറിഞ്ഞ് ചോര വന്നില്ലായിരുന്നെങ്കിൽ ആ സിംഹം എന്നെ തിന്നുമായിരുന്നു. രാജാവ് ഭടന്മാരെടുത്ത് പറഞ്ഞു മന്ത്രിനെ ജയിലിൽ നിന്ന് ഇറക്കി. മന്ത്രിയെ കണ്ടപ്പോൾ രാജാവ് പറഞ്ഞു, എന്നോട് ക്ഷമിക്കണം, എനിക്ക് തെറ്റുപറ്റിപ്പോയി. എന്റെ കൈ മുറിഞ്ഞ് ചോര വന്നില്ലായിരുന്നെങ്കിൽ ആ സിംഹം എന്നെ വെട്ടി വിഴുങ്ങിയേനെ. അപ്പോൾ മന്ത്രി പറഞ്ഞു, രാജാവ് എന്നെ ജയിലിൽ അടച്ചില്ലായിരുന്നെങ്കിൽ എന്നെയും ആ സിംഹം തിന്നുമായിരുന്നു. എനിക്കാണെങ്കിൽ മരത്തിന്റെ മുകളിൽ കയറി ഒളിക്കാനും അറിയില്ല. എല്ലാരും കൂടി ചിരിച്ചു. അപ്പം നമ്മുടെ രാജാവ് കുറെ നല്ല സമ്മാനങ്ങൾ നമ്മുടെ മന്ത്രിക്കും കൊടുത്തു. അങ്ങനെ ഇവരെല്ലാരും സന്തോഷിച്ചിരുന്നു. ഈ കഥയ്ക്ക് ഒരു അർത്ഥമുണ്ട്. കഥയുടെ അർത്ഥം എന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ എന്ത് തന്നെ സംഭവിച്ചാലും അത് നല്ലതിന് വേണ്ടിയെന്ന് നാം കരുതണം. എല്ലാം നല്ലത് തന്നെ. ഗുണപാഠം: നമ്മുടെ ജീവിതത്തിൽ എന്തു തന്നെ സംഭവിച്ചാലും അത് നല്ലതിന് വേണ്ടിയെന്ന് നാം കരുതണം.